നമ്മുടെ ഓരോ തിരഞ്ഞെടുപ്പിനും ജീവിതത്തിൽ വളരെയേറെ പ്രാധാന്യമുണ്ട്. എന്നാൽ ആ തിരഞ്ഞെടുപ്പിനെ തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. ഒരു രസകരമായ കഥ ഇങ്ങനെയാണ്. ഒരിടത്ത് ഒരു മലമുകളിലായി ഒരു ഗുരു താമസിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം കൂടുതൽ സമയവും ധ്യാനത്തിലും സന്യാസ ജീവിതത്തിലുമായിരുന്നു മുഴുകിയിരുന്നത്. എന്നാൽ ചിലപ്പോഴൊക്കെ മലയുടെ അടിവാരത്തുള്ള ഗ്രാമപ്രദേശങ്ങൾ സന്ദർശിക്കുന്നത് പതിവായിരുന്നു. അവിടെയുള്ള ആളുകളെയൊക്കെ വിളിച്ചുകൂട്ടി രസകരമായ കാര്യങ്ങളൊക്കെ അദ്ദേഹം അവരുമായി ചർച്ച ചെയ്യും. സ്ഥിരമായി ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ളവരുടെ കൈക്കുള്ളിൽ അടച്ചു വെച്ചിരിക്കുന്നത് എന്താണെന്ന് അദ്ദേഹം പറയുന്നത് ഒരു പതിവായിരുന്നു. അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ അവിടെയുള്ള കുട്ടികൾ ഓരോ സാധനങ്ങൾ കൈക്കുള്ളിലാക്കി ഓടി വരുമായിരുന്നു. ശേഷം കൈക്കുള്ളിൽ എന്താണെന്ന് അദ്ദേഹത്തോട് പറയുവാൻ ആവശ്യപ്പെടും. അങ്ങനെ ഒരു ദിവസം 2 കുട്ടികൾ ഗുരുവിനെ ഒന്ന് പറ്റിക്കാൻ തീരുമാനിച്ചു. അതിനായി അവർ ഒരു പ്ലാനും ഇട്ടു. അവരുടെ പ്ലാൻ ഇതായിരുന്നു: ഗുരു അടുത്ത തവണ വരുമ്പോൾ ഒരു കുഞ്ഞു കിളിയെ പിടിച്ച് അവർ കൈക്കുള്ളിൽ ഒളിപ്പിക്കും. കിളിക്ക് ജീവനുണ്ടോ ഇല്ലയോ എന്ന് ഗുരുവിനോട് ചോദിക്കാം. ഗുരു കിളി ചത്തതാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിളിയെ പറത്തിവിടാം എന്നാണ് അവർ തീരുമാനിച്ചത്. ഇനി ജീവനുണ്ട് എന്നാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിളിയെ കയ്യിൽ ഞെരുക്കിക്കൊല്ലാം. എന്നിട്ട് ഗുരുവിൻ്റെ വാക്കുകൾ തെറ്റിക്കാമെന്നാണ് അവർ വിചാരിച്ചിരുന്നത്. അങ്ങനെ ഒരു ദിവസം ഗുരു വീണ്ടും അവരുടെ ഗ്രാമത്തിലെത്തി. കുട്ടികൾ ഒരു കിളിയെ കൈക്കുള്ളിൽ ഒളിപ്പിച്ച് ഓടി ഗുരുവിൻ്റെ അടുത്തെത്തി. എന്നിട്ടവർ ഗുരുവിനോട് ചോദിച്ചു: ഗുരു, ഞങ്ങളുടെ കൈക്കുള്ളിലുള്ള കിളിക്ക് ജീവനുണ്ടോ അതോ ഇല്ലയോ? അദ്ദേഹം ചിരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു: നിങ്ങളുടെ കൈക്കുള്ളിലെ കിളിയുടെ ജീവിതവും മരണവും ഒക്കെ നിങ്ങളുടെ കയ്യിലാണുള്ളത്. അത് ജീവിക്കണോ മരിക്കണോ എന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. ഈ ഒരു കഥ നമുക്ക് വലിയൊരു മെസ്സേജ് തരുന്നുണ്ട്. എന്താണെന്നോ, നമ്മൾ ഓരോ കാര്യവും തിരഞ്ഞെടുക്കുന്നത് അത് നമ്മുടെ തീരുമാനങ്ങളാണ്. നമ്മൾ ആരുമാവട്ടെ, എന്തുമാവട്ടെ, പക്ഷേ നമ്മുടെ തീരുമാനങ്ങൾ നമ്മുടെ കൈക്കുള്ളിലാണ് ഇരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഏത് മാറ്റങ്ങളും വിജയങ്ങളും ഒക്കെ നമ്മളെടുക്കുന്ന തീരുമാനത്തിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. നമ്മൾ എന്തൊരു കാര്യം തിരഞ്ഞെടുക്കുമ്പോഴും അതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ ആരോട് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. പക്ഷേ തീരുമാനമെടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. മറ്റൊരാൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശമില്ല. നിങ്ങളുടെ ലൈഫ് എങ്ങനെ വേണമെന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് മാത്രമാണുള്ളത്. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ മറ്റുള്ള ഒരാളോട് അവരുടെ അഭിപ്രായം തേടുവാൻ പാടുള്ളൂ. പക്ഷേ തീരുമാനം എടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ജീവിതത്തിൽ അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ സ്വയം ഏറ്റെടുത്ത് നടപ്പിലാക്കുവാൻ തീരുമാനിക്കുക. അതിനായി തയ്യാറെടുക്കുക. എങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം കൈവരിക്കുവാൻ സാധിക്കും.